ഇത് ഖത്തറിന് തലസ്ഥാനമായ ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. 2014 ഏപ്രിലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക എയർപോർട്ട്. വർഷം തോറും 4 കോടിയോളം യാത്രക്കാർ കടന്നുപോകുന്ന ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ പ്രമുഖമായ എയർപോർട്ടുകളിൽ ഒന്ന്. യൂറോപ്പിലേക്കുള്ള ഒരു യാത്രക്കിടെയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേയിലേക്കാണ് ഇത്തവണത്തെ എൻ്റെ യാത്ര. മലയാളികളിൽ ഭൂരിഭാഗത്തിനും കേട്ടറിവ് മാത്രമുള്ള നാടാണ് നോർവേ. നമ്മുടെ ടൂറിസ്റ്റ് സ്വപ്നങ്ങളിലൊന്നും ആ നാട് കടന്നുവരുന്ന പതിവുമില്ല. അതിനാൽ വ്യത്യസ്തതയാർന്ന ആ രാജ്യത്തുകൂടി വിശദമായൊരു യാത്രയാണ് ലക്ഷ്യമിടുന്നത്. നേരെ നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ ചെന്നിറങ്ങുകയല്ല ലക്ഷ്യം. ദോഹയിൽ നിന്നും സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ഇറങ്ങണം. അവിടെ നിന്നും ഒരു ട്രെയിൻ പിടിച്ച് ഉൾനാടൻ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് ഓസ്ലോയിലേക്ക് പോകണം. സ്റ്റോക്ക്ഹോമിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ വിമാനത്തിലേക്ക് കയറാൻ C1 ഗേറ്റിലേക്ക് നടക്കുകയാണ് ഞാൻ. നേരമിപ്പോൾ രാവിലെ 6:30 ആയിരിക്കുന്നു. 8 മണിക്കാണ് സ്റ്റോക്ക്ഹോമിലേക്കുള്ള വിമാനം. കൊച്ചിയിൽ നിന്നും 10 മണിക്കൂറിന്റെ യാത്രയുണ്ട് സ്റ്റോക്ക്ഹോമിലേക്ക്. ഇന്നുച്ചയ്ക്ക് 1:30 ആവുമ്പോഴേക്കും സ്വീഡന്റെ ആ തലസ്ഥാന നഗരത്തിലെത്താം. C1 ഗേറ്റിന്റെ കാത്തിരിപ്പ് കേന്ദ്രമാണിത്. വിമാനയാത്ര പോലെ തന്നെ വിരസമാണ് വിമാനത്തിൽ കയറാനായി ഒട്ടൊരു ദൈർഘ്യമുള്ള ഈ കാത്തിരിപ്പും. ഇപ്പോൾ ഇറാന്റെ മണലാരണ്യത്തിന് മുകളിലൂടെ പറക്കുന്ന ഖത്തർ എയർവേസിന്റെ വിമാനത്തിനുള്ളിലാണ് ഞാൻ. എല്ലാ സീറ്റുകളിലും യാത്രികരുണ്ട്. കിഴക്കൻ യൂറോപ്പിന് മുകളിലേക്കെത്തുമ്പോൾ കാഴ്ച വ്യത്യസ്തമാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ മാനം. നോക്കത്താ ദൂരം മേഘസമുദ്രം തന്നെ. സ്റ്റോക്ക്ഹോമിലെ അർലാൻഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നും സിറ്റിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. സ്വീഡന്റെ ഉൾനാടുകളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. സ്റ്റോക്ക്ഹോം സിറ്റി സെന്ററിൽ നിന്നും 37 കിലോമീറ്റർ അകലമുണ്ട് എയർപോർട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ സിറ്റിയിലേക്കുള്ള യാത്രക്കിടയിൽ സ്വീഡന്റെ ഉൾനാടുകളും ഗ്രാമഭംഗിയുമെല്ലാം കാണാം. പുൽമേടുകളും അതിനിടയിലെ കന്നുകാലി ഫാമുകളും പൈൻമരക്കാടുകളുമെല്ലാം രസമുള്ളൊരു കാഴ്ചയാവുന്നു. നോർവേയാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. അവിടേക്കുള്ള യാത്രക്കിടയിൽ ഒരു ഇടത്താവളം എന്ന നിലയിലാണ് ഇവിടെ വന്നിറങ്ങിയിരിക്കുന്നത്. അർലാൻഡ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട് ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് ട്രെയിൻ സ്റ്റോക്ക്ഹോം സിറ്റിയിലെത്തിയിരിക്കുന്നു. പ്രൗഢസുന്ദരമായൊരു പട്ടണമാണ് സ്റ്റോക്ക്ഹോം. പക്ഷേ ഇവിടെ ഞാൻ അധിക നേരം ചെലവഴിക്കുന്നില്ല. സ്റ്റോക്ക്ഹോം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി. നേരം 2 മണിയായിരിക്കുന്നു. 4 മണിക്കാണ് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലേക്കുള്ള ട്രെയിൻ. 2 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് പാഴാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഞാൻ സ്റ്റേഷന് പുറത്തിറങ്ങി. ഉൾക്കടലിന്റെയും കായലുകളുടെയും നാടാണ് സ്റ്റോക്ക്ഹോം. സ്വീഡന്റെയും നോർവേയുടെയും ഒട്ടുമിക്ക പ്രദേശങ്ങളും ജലത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. സ്റ്റോക്ക്ഹോമിന്റെ പഴയ നഗരഭാഗം സ്ഥിതി ചെയ്യുന്ന സ്റ്റാഡ്സ് ഹോമൻ എന്ന ദ്വീപിലൂടെയാണ് എന്റെ നടത്തം. ഗാംല സ്റ്റാൻ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന പഴയ ടൗണാണ് ഇത്. സ്റ്റോക്ക്ഹോം പാലസിന്റെ മുന്നിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. ഓസ്ലോയിലേക്കുള്ള ട്രെയിൻ പിടിക്കുന്നതിനിടയിൽ ഇനിയുള്ള 1.5 മണിക്കൂർ കൊണ്ട് സ്റ്റോക്ക്ഹോം കൊട്ടാരം കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു റാമ്പിലൂടെ കയറി വേണം കൊട്ടാര കവാടത്തിന് മുന്നിലേക്കെത്താൻ. റാമ്പിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. നദിയല്ല, ഉൾക്കടലിന്റെ ഭാഗമാണിത്. അതിൽ ചെറുദ്വീപുകളെ ബന്ധിപ്പിച്ച പാലങ്ങൾ. സ്റ്റോക്ക്ഹോം നാഷണൽ മ്യൂസിയമാണ് അക്കരെ അക്കാണുന്നത്. കാഴ്ചകൾ ഏറെയുണ്ട് സ്റ്റോക്ക്ഹോമിൽ. ദിവസങ്ങളോളം നടന്നു കാണാനുള്ള കാഴ്ചകളുണ്ട് അതിൽ. പക്ഷേ ഇത്തവണ ഒരു ഹ്രസ്വ സന്ദർശനമാണ് എന്റേത് എന്നതിനാൽ ഇവിടുത്തെ കൊട്ടാരം മാത്രമേ കാണുന്നുള്ളൂ. റാമ്പ് കയറിയെത്തുന്നത് കൊട്ടാരത്തിന് മുൻഭാഗത്തെ വലിയൊരു മുറ്റത്തേക്കാണ്. മുറ്റത്തിന്റെ അതിരിലെ കൈവരിക്കരികിൽ നിൽക്കുമ്പോൾ താഴെ ഇതാണ് കാഴ്ച. ചെറിയൊരു ഉദ്യാനം. അതിന്റെ ഇടതുവശത്ത് പാർലമെന്റ് ഹൗസ്, മുന്നിൽ ഓപ്പറ ഹൗസ് ഉൾപ്പെടെയുള്ള പ്രൗഢമന്ദിരങ്ങൾ. ഉൾക്കടലിലെ ചെറുദ്വീപുകളിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്.
ഇതാണ് സ്വീഡന്റെ പാർലമെന്റ് മന്ദിരം. 1897 മുതലുള്ള 8 വർഷം കൊണ്ട് നിർമ്മിച്ചതാണ് നിയോ ക്ലാസിക് ശൈലിയിലുള്ള ആ മന്ദിരം. പരിസര കാഴ്ചകളിൽ അധിക സമയം ചെലവഴിക്കാതെ കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ ഞാൻ തീരുമാനിച്ചു. നിയോ ക്ലാസിക്കൽ നിയോ ഗോത്തിക് ശൈലിയിലുള്ള അതിഗംഭീരമായൊരു നിർമ്മിതി. 1697 നിർമ്മാണം ആരംഭിച്ച ഈ കൊട്ടാരം പൂർത്തിയായത് 1760 സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ്സ്, ഗസ്റ്റ് അപ്പാർട്ട്മെന്റ്സ് എന്നിവയുടെ ഭാഗത്തേക്കാണ് ഞാൻ നടന്നെത്തിയിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം വരെയും രാജകുടുംബം വസിച്ചിരുന്ന കൊട്ടാര ഭാഗമാണ് സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ്സ്. അക്കാലത്ത് രാജകീയ അതിഥികൾക്കായി നീക്കിവെച്ചതായിരുന്നു ഗസ്റ്റ് അപ്പാർട്ട്മെന്റ്സ്. ശരിക്കും ഈ കൊട്ടാരത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. അന്നിവിടെ സൈനിക പ്രതിരോധത്തിനുള്ള ഒരു കോട്ടയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതൊരു കാസിലാക്കി മാറ്റുകയും കുറച്ചുകാലം രാജകുടുംബം വസിക്കുകയും ചെയ്തു. യൂറോപ്പിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ നിരന്തര സംഘർഷം നിലനിന്നിരുന്ന 15-16 നൂറ്റാണ്ടുകളിലെല്ലാം സ്വീഡന്റെ സൈനിക പ്രതിരോധത്തിന്റെ കേന്ദ്രസ്ഥാനമായിരുന്നു ട്രേ ക്രോണർ എന്നു പേരുണ്ടായിരുന്ന ആ കാസിൽ. സ്വീഡനെ യൂറോപ്പിലെ വൻശക്തിയാക്കി തീർത്ത ഗുസ്താവസ് അഡോൾഫസിന്റെ കാലത്താണ് കാസിൽ നിന്ന സ്ഥലത്ത് വലിയൊരു കൊട്ടാരം നിർമ്മിക്കാനുള്ള ആലോചനകൾ തുടങ്ങുന്നത്. അരനൂറ്റാണ്ടിനു ശേഷം ചാൾസ് 12-ാമൻ രാജാവിന്റെ കാലത്ത് 1697 നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഇതാണ് കൊട്ടാരത്തിലെ ഗസ്റ്റ് അപ്പാർട്ട്മെന്റ്സ്. 1870-കളിൽ സ്റ്റോക്ക്ഹോം സന്ദർശിക്കുന്ന വിദേശ പ്രതിനിധികൾ വസിച്ചിരുന്നത് ഗസ്റ്റ് അപ്പാർട്ട്മെന്റ്സിലായിരുന്നു. അപ്പാർട്ട്മെന്റിലെ ഈ ആദ്യ മുറി ഗാർഡ് റൂം എന്നറിയപ്പെടുന്നു. വിസ്താരമേറിയതും നല്ല ഉയരമുള്ളതുമായ മുറിയാണ് എല്ലാം. ഗാർഡ് റൂമിൽ നിന്നും അടുത്ത മുറിയിലേക്ക് എംബേ സലൂൺ എന്നാണ് ഇതറിയപ്പെടുന്നത്. സ്വീഡിഷ് രാജകീയ ശൈലിയിലുള്ള സോഫകളും മേശകളും മറ്റ് അലങ്കാരങ്ങളുമെല്ലാമാണ് മുറിക്ക് എംബേ സലൂൺ എന്ന പേര് നൽകാനുള്ള കാരണം. ലൂയി 15-ാമൻ ചക്രവർത്തിയുടെ ഒരു പോർട്രേറ്റ് ഉണ്ട് ഇവിടെ. രാജകീയ ഇരിപ്പിടങ്ങളും കോഫി ടേബിളുകളുമെല്ലാം 2 നൂറ്റാണ്ടോളം പഴക്കമുള്ളവ തന്നെ. എംബേ സലൂണിൽ നിന്നും അടുത്ത മുറിയിലേക്ക് കയറി. ഇന്നർ സലൂൺ എന്നാണ് ഈ മുറിക്ക് നൽകിയിരിക്കുന്ന പേര്. പോംബി സ്റ്റൈൽ റൂം എന്നും ഇതറിയപ്പെടുന്നു. ഇന്നർ സലൂണിൽ നിന്നും ഇന്നർ ബെഡ് ചേംബറിലേക്ക് ചെറിയൊരു ബെഡ്റൂമാണിത്. അത് കടന്നു ചെല്ലുന്നതാകട്ടെ വലിയ ബെഡ്റൂമിലേക്കാണ്. ദ ഗ്രേറ്റ് ബെഡ് ചേംബർ എന്ന് ഇതറിയപ്പെടുന്നു. 1751 മുതൽ 20 വർഷക്കാലം സ്വീഡൻ ഭരിച്ച ഫ്രെഡറിക് അഡോൾഫ് 1-ാമൻ രാജാവ് കുറേക്കാലം ഇത് തന്റെ ഉറക്കറയായി ഉപയോഗിച്ചിരുന്നു. ഗ്രേറ്റ് ബെഡ് ചേംബറിന്റെ ഒരു ഭാഗത്തു നിന്നാൽ ഉള്ളിലേക്ക് നീണ്ടുപോകുന്ന ഇടനാഴി കാണാം. അതിന്റെ അങ്ങേയറ്റത്ത് സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റുകളാണ്. രാജകീയ അതിഥികൾ സമ്മാനിതരായിരുന്ന മിലിയർ സലൂൺ എന്ന മുറിയിലൂടെ നടത്തം തുടരുകയാണ്. കൊട്ടാരത്തിലെത്തുന്ന വിദേശ രാജാക്കന്മാരോ അവരുടെ പ്രതിനിധികളോ മടങ്ങുന്ന നേരത്ത് പ്രത്യേകമായ ഉപഹാരങ്ങൾ നൽകുന്ന പതിവുണ്ടായിരുന്നു പണ്ട്. അവർ തങ്ങളുടെ രാജ്യത്തിൻ്റെതായ ഉപഹാരം സ്വീഡിഷ് രാജാവിന് സമ്മാനിക്കുന്നതും ആ നേരത്തായിരിക്കും. പ്രൗഢമായ ആ ചടങ്ങിന് മാത്രമുള്ള മുറിയായിരുന്നു ഇത്. കൊട്ടാരത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും സ്വീഡിഷ് രാജാവിന്റെ ഔദ്യോഗിക വസതിയായി ഉപയോഗിക്കുകയാണ്. ലോവോൺ എന്ന ദ്വീപിലെ ഡ്രോട്ടിംഗ് ഹോം കൊട്ടാരത്തിലാണ് ഇപ്പോൾ രാജകുടുംബം വസിക്കുന്നത്. എങ്കിലും ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി രാജാവ് ഈ കൊട്ടാരത്തിലേക്കെത്തുന്നു. 1430 മുറികളുണ്ട് ഈ കൊട്ടാരത്തിൽ. രാജാവിന്റെ ഔദ്യോഗിക വസതിയും റോയൽ കോർട്ട് ഓഫീസുമുള്ള ഭാഗത്തേക്ക് സാധാരണ സന്ദർശകർക്ക് പ്രവേശനമില്ല. അടുത്തതായി സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ്സിലേക്കാണ് കടക്കുന്നത്. പണ്ട് രാജകുടുംബം വസിച്ചിരുന്നത് സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ്സിലാണ്. ഇവിടെയും ആദ്യത്തേത് ഗാർഡ് റൂമാണ്. 2 മുറികളാണ് ഗാർഡുകൾക്കായുള്ളത്. 2-ാം ഗാർഡ് റൂമിൽ ഇപ്പോൾ പഴയ കാലത്ത് കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്നു. അടുത്ത മുറി കമനീയമായി അലങ്കരിക്കപ്പെട്ട ഒന്നാണ്. കൗൺസിൽ ചേംബർ എന്ന് ഇതറിയപ്പെടുന്നു.
സ്വീഡൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും വളരെ പ്രാധാന്യമാർന്ന ഒരു ഹാളാണ് ഇത്. വർഷത്തിൽ 3 അല്ലെങ്കിൽ 4 തവണ ഈ ചേംബറിൽ വെച്ച് സ്വീഡന്റെ ക്യാബിനറ്റ് സമ്മേളിക്കാറുണ്ട്. രാജാവായിരിക്കും ആ മീറ്റിംഗിൽ ആധ്യക്ഷം വഹിക്കുക. രാജ്ഞിയും സന്നിഹിതയായിരിക്കും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ചില നയങ്ങൾ രാജാവ് പ്രഖ്യാപിക്കുക ഈ മീറ്റിംഗിൽ വെച്ചാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രതീകാത്മകമായ അധികാര കൈമാറ്റം നടക്കുന്നതും ഈ ചേംബറിൽ വെച്ചു തന്നെയാണ്. ഗുസ്താവ് മൂന്നാമൻ രാജാവിന്റെ കാലത്ത് കൊട്ടാരത്തിലെ പ്രധാന ഡൈനിങ് ഹാളും ഇതായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം കൊട്ടാരവാസികളുടെ കൂടെ ഇവിടെ ഇരുന്ന് ഗുസ്താവ് മൂന്നാമൻ രാജാവ് ഭക്ഷണം കഴിക്കുന്ന പതിവുമുണ്ടായിരുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കൗൺസിൽ ചേംബറിൽ നിന്നും അടുത്ത മുറിയിലേക്ക്. സ്റ്റേറ്റ് ബെഡ് ചേംബർ എന്ന ഭാഗമാണിത്. സ്റ്റേറ്റ് ബെഡ് ചേംബറിന് അനുബന്ധമായി പല മുറികൾ അങ്ങനെ നീണ്ടുകിടക്കുന്നു. കാൾ 11 രാജാവിന്റെ കാലത്താണ് ഈ മുറി രാജകീയ ഉറക്കറയായി ഉപയോഗിച്ചിരുന്നത്. ഗുസ്താവ് മൂന്നാമന്റെ കാലമായപ്പോൾ അദ്ദേഹം ഇത് ഓഡിയൻസ് ചേംബറാക്കി മാറ്റി. 1700-ൽ നടത്തിയ ചിത്രപ്പണികളാണ് സീലിംഗിൽ കാണുന്നത്. അടുത്തതായി മറ്റൊരു പ്രധാന ബെഡ് ചേംബറിലേക്ക് എത്തുന്നു. 1777 മുതൽ 21 വർഷക്കാലം സ്വീഡൻ ഭരിച്ച ഗുസ്താവ് മൂന്നാമന്റെ ഉറക്കറയായിരുന്നു ഇത്. ഏറ്റവും മനോഹരമായ രീതിയിൽ തനിക്കും രാജ്ഞിക്കും വേണ്ടി ഒരു ശയനമുറി സജ്ജമാക്കാൻ ഗുസ്താവ് മൂന്നാമൻ അക്കാലത്തെ രാജശില്പി ജീൻ എറിക് റെന്നിന് നിർദ്ദേശം നൽകിയെന്നാണ് ചരിത്രം. ജീൻ എറിക് ഫ്രഞ്ച് ശൈലിയിൽ അത് പൂർത്തിയാക്കുകയും ചെയ്തു. അത്ഭുതപ്പെടുത്തുന്ന ശില്പങ്ങളും കൊത്തുപണികളും നിറഞ്ഞ സീലിംഗ്, ചുവരിൽ വലിയ ചിത്രങ്ങൾ. പക്ഷേ ഇത്രയും ആഡംബരങ്ങളുള്ള മുറിയിൽ ദീർഘകാലം വസിക്കാൻ ഗുസ്താവ് മൂന്നാമന് ഭാഗ്യമുണ്ടായില്ല. കൊട്ടാരം ഗൂഢാലോചനയുടെ ഭാഗമായി വെടിയേറ്റ ഗുസ്താവ് ഈ മുറിയിൽ കിടന്നാണ് അന്ത്യശ്വാസം വലിച്ചത്. ഗുസ്താവ് മൂന്നാമന്റെ ബെഡ് ചേംബറിൽ നിന്നും ഇറങ്ങുന്നത് വലിയൊരു കോറിഡോറിലേക്കാണ്. കാൾ 11 ഗാലറി എന്നാണ് ഇതറിയപ്പെടുന്നത്. സ്വീഡിഷ് ബറോക്ക് ശൈലിയിൽ നിർമ്മിച്ച വലിയൊരു ഹാൾ തന്നെയാണിത്. ചുവരിലും മച്ചിലുമുള്ള അലങ്കാരങ്ങൾ പ്രധാനമായും വെള്ളികൊണ്ടുള്ളതാണ്. കാൾ 11 കാലത്ത് ഒരു ബാങ്ക്വറ്റ് ഹാളായാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. വിശേഷ അവസരങ്ങളിൽ ഹാളിന്റെ മധ്യത്തിൽ നീളൻ മേശയും അതിനു ചുറ്റുമായി കമനീയ ഇരിപ്പിടങ്ങളും സജ്ജമാകും. 170 വിശിഷ്ടാതിഥികളെ വരെ കാൾ 11 ഇവിടെ വച്ച് വിരുന്നൂട്ടിയിരുന്നു. പല കാലങ്ങളിൽ അധികാരത്തിലിരുന്ന രാജാക്കന്മാർ സ്റ്റോക്ക്ഹോം കൊട്ടാരത്തിന്റെ ഓരോ ഭാഗവും തങ്ങളുടെ പ്രൗഢിയുടെ പ്രതീകമായെന്നോണം കമനീയമാക്കാൻ മത്സരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പണിതകാലത്തുണ്ടായിരുന്ന രൂപത്തിലല്ല ബെഡ് ചേംബറുകളും ബാങ്കറ്റ് ഹാളുകളും ഓഡിയൻസ് ചേംബറുകളുമൊന്നും ഇന്നുള്ളത്. വിഖ്യാതരായ നിരവധി ശില്പികളും ചിത്രകാരന്മാരുമെല്ലാം ഇതിന്റെ നിർമ്മാണത്തിലും അലങ്കാരത്തിലും പങ്കാളികളായി. അവരിൽ ഭൂരിഭാഗവും ഫ്രാൻസിൽ നിന്നുള്ളവരായിരുന്നു. 1693-നും 1699-നും ഇടയിലുള്ള കാലത്ത് ഫ്രാൻസിൽ നിന്നുള്ള ശില്പികൾ, ചിത്രകാരന്മാർ, കൽപ്പണിക്കാർ, മെറ്റൽ കാസ്റ്റിംഗ് നടത്തുന്നവർ എന്നിവരുടെ വലിയ സംഘം തന്നെ സ്റ്റോക്ക്ഹോമിലേക്ക് എത്തുകയുണ്ടായി. ഗുസ്താവ് മൂന്നാമന്റെ പത്നിയായിരുന്ന സോഫിയ മഗ്ദലീനയുടെ സ്വകാര്യ ഉറക്കറയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡെൻമാർക്കിലെ രാജകുമാരിയായിരുന്ന സോഫിയ അതിസുന്ദരിയും ബുദ്ധിശാലിയുമായിരുന്നു. അടുത്തതായി എത്തിയിരിക്കുന്നത് ഡോൺ കിക്സോട്ട് റൂം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മുറിയിലേക്കാണ്. ഡോൺ കിക്സോട്ട് എന്ന കൃതിയിലെ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഈ മുറിയിൽ ഭിത്തിയെ അലങ്കരിക്കുന്ന തിരശീലകളിൽ ചിത്രങ്ങളായിരിക്കുന്നു. പാരീസിൽ നെയ്തെടുത്ത തിരശീലകളും മേശവിരികളും ലൂയി 16 ചക്രവർത്തി ഗുസ്താവ് മൂന്നാമന് സമ്മാനിച്ചതാണ്. ദ വൈറ്റ് സീ എന്ന മുറിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് ധാരാളം രാജകീയ അതിഥികൾ മേളിച്ചിരുന്ന വലിയൊരു ഹാൾ. കാൾ 11 ഗാലറിയിൽ വലിയ വിരുന്നുകൾ നടക്കുന്ന ദിവസങ്ങളിലായിരുന്നു ഇവിടം ഏറ്റവും സജീവമായിരുന്നത്.
വിരുന്നിൽ പങ്കെടുക്കാനെത്തുന്നവരെ രാജാവും രാജ്ഞിയും ആദ്യം സ്വീകരിച്ചിരുത്തിയിരുന്നത് ഈ ഹാളിലായിരുന്നു. ആദ്യകാലത്ത് രാജ്ഞിയുടെ ഡൈനിങ് റൂം, ഗാർഡ് റൂം എന്നിങ്ങനെ 2 മുറികളായിരുന്നു ഇത്. 1845 ഓസ്കാർ ഒന്നാമൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഇത്തരമൊരു ഹാളാക്കി മാറ്റിയത്. വൈറ്റ് സീയിൽ നിന്നും ഞാൻ തിരികെ നടക്കുകയാണ്. ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കൊട്ടാരമാണിത്. അധികാര വടംവലിയും ഗൂഢാലോചനയും അട്ടിമറിയും കൊലപാതകങ്ങളും വരെ അതിലുണ്ട്. ഒരു കാലത്ത് റഷ്യ സ്വീഡിഷ് ഭരണത്തിന്മേൽ സ്വാധീനം ചെലുത്താൻ വലിയ ശ്രമങ്ങൾ തന്നെ നടത്തിയിരുന്നു. അക്കാലത്ത് റഷ്യയുടെ ചാരന്മാർ ഈ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നെന്നും ചരിത്രം. ഈ കൊട്ടാരത്തിലിരുന്ന് സ്വീഡനെ ഭരിച്ച രാജാക്കന്മാരിൽ പ്രബലനായിരുന്ന ഗുസ്താവ് മൂന്നാമൻ കൊല്ലപ്പെടുന്നത് തന്നെ അദ്ദേഹം റഷ്യയുമായി നടത്തിയ യുദ്ധത്തിന്റെ പരിണിത ഫലമായാണ്. ഭരണത്തിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി പുതിയ നിയമങ്ങൾ ആവിഷ്കരിക്കുകയും റഷ്യയെ ശത്രുവായി പരിഗണിക്കുകയും ചെയ്ത ഗുസ്താവിനെ വധിക്കാൻ ഗൂഢാലോചന നടന്നത് ഈ കൊട്ടാരത്തിൽ തന്നെയായിരുന്നു. റോയൽ ഓപ്പറ ഹൗസിൽ ഒരു മാസ്ഡ് ബാൾ നടക്കുമ്പോഴാണ് ഗൂഢാലോചനക്കാർ ഗുസ്താവ് മൂന്നാമനെ ലക്ഷ്യം വെച്ചത്. എല്ലാവരും മുഖമൂടിയണിഞ്ഞ് നൃത്തത്തിൽ പങ്കുചേരുന്ന മാസ്കറേഡ് 18-ാം നൂറ്റാണ്ടിലെ ഒരു സവിശേഷ വിനോദമായിരുന്നു. രാജാവും ഗൂഢാലോചനക്കാരുമെല്ലാം മുഖംമൂടി ധരിച്ച് നൃത്തം ചെയ്യുന്നതിനിടയിൽ ഒരു നർത്തകൻ ഗുസ്താവിന് നേരെ നിറയൊഴിച്ചു. വെടിയേറ്റ ഉടനെ മരിച്ചില്ലെങ്കിലും മുറിവിലുണ്ടായ അണുബാധ മൂലം 13 ദിവസത്തിനു ശേഷം ഈ കൊട്ടാരത്തിൽ വച്ച് ഗുസ്താവ് ജീവൻ വെടിഞ്ഞു. ചരിത്രകഥകൾ പോലെ തന്നെ പ്രേതകഥകളുടെയും കേന്ദ്രമാണ് ഈ കൊട്ടാരം. യൂറോപ്പിലെ ഇത്തരം കൊട്ടാരങ്ങളിലെല്ലാം അന്ധവിശ്വാസങ്ങളും പതിവായിരുന്നു താനും. ഇരുണ്ട നിറമുള്ള ഒരു വൃദ്ധനെ രാത്രികാലങ്ങളിൽ ഈ കൊട്ടാരത്തിന്റെ പലയിടത്തും കാണുന്നു എന്നതാണ് 17-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു പ്രചരണം. മറ്റൊന്ന് വൈറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പ്രേതമാണ്. രാത്രികാലങ്ങളിൽ കൊട്ടാരത്തിൽ എവിടെയെങ്കിലും വൈറ്റ് ലേഡിയെ കണ്ടാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ രാജകുടുംബത്തിൽ ഒരു മരണമുണ്ടാകുമെന്നാണ് വിശ്വാസം. ഇപ്പോഴും ഈ വിശ്വാസങ്ങൾ പുലർത്തുന്നവർ സ്വീഡനിൽ ഉണ്ടെന്നതാണ് കൗതുകകരമായ കാര്യം. വർഷം തോറും 10 ലക്ഷത്തിലേറെ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് സ്റ്റോക്ക്ഹോം പാലസിൽ. 150 ക്രോണയാണ് മുതിർന്ന ഒരാൾക്കുള്ള എൻട്രൻസ് ഫീ. 1 ക്രോണ നമ്മുടെ 8 രൂപയ്ക്ക് തുല്യമാണ്. യാത്രാസംഘങ്ങൾക്ക് 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഗൈഡഡ് ടൂറുകളും ഇവിടെ ഒരുക്കാറുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൊട്ടാരമുറ്റത്ത് നടക്കുന്ന ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ പരിപാടികളിലൊന്ന്. വർഷം തോറും 8 ലക്ഷം ആളുകൾ ആ ചടങ്ങ് ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഗസ്റ്റ് അപ്പാർട്ട്മെന്റുകളും സ്റ്റേറ്റ് അപ്പാർട്ട്മെന്റുകളും ഉള്ളിടത്തുനിന്നും ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് നടക്കുകയാണ്. ബെർണഡോട്ട് അപ്പാർട്ട്മെന്റ്സ് എന്ന ഭാഗമാണിത്. അവിടെ നിന്നും പടവുകളിറങ്ങി മറ്റൊരു ഹാളിലേക്ക് എത്തുന്നു. ഹാൾ ഓഫ് ദി ഓർഡർ ഓഫ് ദി സെറാഫിം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഔദ്യോഗിക കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഹാളാണിത്. പ്രമുഖ വ്യക്തികൾക്ക് രാജകീയ മുദ്രകൾ സമ്മാനിച്ച് ആദരിച്ചിരുന്നത് ഇവിടെ വച്ചാണ്. സ്വീഡന്റെ കോട്ട് ഓഫ് ആംസ് മുദ്രണം ചെയ്ത ഒരു ഷീൽഡായിരുന്നു ഓർഡർ ഓഫ് സെറാഫിം ബഹുമതി ലഭിച്ചവർക്ക് സമ്മാനിച്ചിരുന്നത്. അവിടെ നിന്നും അടുത്ത മുറിയിലേക്ക്. ഹാൾ ഓഫ് ദി ഓർഡർ ഓഫ് ദി സോഡ് എന്ന് ഇവിടം അറിയപ്പെടുന്നു. സ്വീഡന്റെ സായുധ സേനയിൽ വിശിഷ്ട സേവന അവാർഡുകൾക്ക് അർഹരായിരുന്നവരെ 1975 വരെയും ഇവിടെ വച്ചാണ് ആദരിച്ചിരുന്നതും മെഡലുകൾ സമ്മാനിച്ചിരുന്നതും. 1754 ലഫ്റ്റനന്റ് ജനറൽ ബാരോൺ ജോർജ് ബോഗിസ്ലെസിന് സമ്മാനിച്ച കുരിശടയാളത്തോടെയുള്ള കോളറാണ് ഇത്. പലതരം ബാഡ്ജുകൾ, സൈന്യത്തിലെ റാങ്കിനനുസരിച്ചുള്ള ഔദ്യോഗിക വേഷങ്ങൾ. സ്വീഡനെ യൂറോപ്പിലെ ഒരു വൻ ശക്തിയാക്കി തീർക്കുന്നതിൽ സൈന്യത്തിനും അതിന്റെ നായകർക്കും പ്രമുഖമായ പങ്കുണ്ടായിരുന്നു. അതിന്റെ തെളിവുകൂടിയാണ് അവർക്ക് നൽകിയിരുന്ന ബഹുമതി മുദ്രകൾ. അടുത്ത മുറിയിലേക്ക് കടന്നു. ഹാൾ ഓഫ് ദി ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ എന്ന് ഇവിടം അറിയപ്പെടുന്നു. ദീർഘകാല പൊതുജന സേവനം, ശാസ്ത്ര കലാരംഗങ്ങളിലെ മികച്ച പ്രകടനം എന്നിവയെ അടിസ്ഥാനമാക്കി നൽകുന്ന മെഡലുകളും ഷീൽഡുകളുമെല്ലാമാണ് ഈ ഓർഡറിലുള്ളത്. പ്രഭുക്കന്മാരുടെയും ബിഷപ്പുമാരുടെയും ആചാരവേഷവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മതത്തിന് സ്വീഡന്റെ ഭരണത്തിൽ ഏറെക്കാലം വലിയ സ്വാധീനമുണ്ടായിരുന്നു. ബിഷപ്പുമാരെ ആദരിക്കാനായി നൽകി വന്ന വെസ്റ്റ്മെന്റ് ഓഫ് ദി ബിഷപ്സ് ഓഫ് ദി ഓർഡർ മുദ്രകളും വേഷവുമാണിത്.
പ്രത്യേക കോളറും കുരിശും നൽകിയാണ് രാജാവ് ബിഷപ്പിനെ ആദരിച്ചിരുന്നത്. കൊട്ടാരത്തിലെ മുറികളും അതിലെ കാഴ്ചകളും അവസാനിക്കുന്നില്ല. എല്ലാ മുറികളിലും പോയകാല സ്വീഡിഷ് രാജഭരണത്തിന്റെ പ്രൗഢമായ തെളിവുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സ്റ്റോക്ക്ഹോം കൊട്ടാരത്തിന്റെ കൂടുതൽ കൗതുകകരമായ കാഴ്ചകൾ തേടി ഞാൻ നടത്തം തുടരുകയാണ്.